तेरे ഏതോ കിനാവിൽ നിറയും നിതിൻ മിഴി. ഇതാരാണ് ഈ സോങ് സെലക്ഷൻസ് ഒക്കെ? അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാല്യൂ കൊടുക്കുന്നത്. ഈ രണ്ടുപേരുടെ ഈ തമാശ ഈ ജഡ്ജിങ്ങിനിടയിൽ ചിത്രചേച്ചി പെട്ടുപോകാറുണ്ടോ? മലയാളം സോങ്സ് പാടാൻ നിർബന്ധിതരാകുമല്ലോ, അപ്പോഴെങ്ങനെ അതിനൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു? മലയാളം പാടുമ്പോൾ മാക്സിമം അവർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യണേ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കാറുണ്ട്. നമുക്ക് ചില മ്യൂസിക് നമ്മളുടെ സോളിനെ മൂവ് ചെയ്യും, ചില ലിറിക്സ് നമ്മളുടെ ഹാർട്ടിനെ ടച്ച് ചെയ്യും. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞുമൺ വിളക്കോതിയില്ലേ, കാറ്റിൻ മൺ വിളക്കോതിയില്ലേ, കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. പ്രാണൻ അലയുമിതുപോൽ പലയുഗം വിവശമായി, രാവിൻ സജലമിഴികൾ പിടയും വിഫലമായി, ശലഭങ്ങളായി ഉയർക്കുമോ അനുരാഗികൾ സഖി, അഗാധമീ ഹൃദന്തമോ പ്രിയ, നിറയെ നീ ഒരു മെഴുതിരയുടെ നെറുകയിലെറിയാൻ പ്രണയമേ, അരികിൽ വന്നു ഞാൻ, ഒരു സുഖമറവിയിലൊരുകുകയാണിൻ ഹൃദയമേ, വെറുതെ നിന്നു ഞാൻ. തോഴി ഒരു നോവ് പോലെരിയുന്നിതാ തിരി, ഏതോ കിനാവിൻ നിറയുന്നിതിൻ മിഴി, മറന്നു ഞാനിന്നെന്നെയും പ്രിയേ, ഒഴുകിയലകളിൽ. ലയിച്ചിരുന്നു. അടിപൊളിയായിട്ടോ, ഞാനിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു. അതിലെ പ്രണയഭാവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫേസിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. ഹായ്, ഹലോ, വെൽക്കം ടു ഫൺ വിത്ത് സ്റ്റാർ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് സ്റ്റാർ സിംഗർ സീസൺ 10 നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായ ദിൽരാജ് ഗോപിയാണ്. ഹലോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഒരുപാട് സന്തോഷം കണ്ടതിൽ. സുഖമായിരിക്കണോ? സുഖം. എന്തായി സ്റ്റാർ സിംഗർ എവിടെ വരായി? ഇപ്പോൾ നമ്മൾ 8 പേരിൽ വന്ന് നിൽക്കുകയാണ്, സെമി ഫൈനലാണ്. അതിൻ്റെ കട്ടക്കുള്ള കോമ്പറ്റീഷൻ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഫൈനൽ 8. അതെ. ടെൻഷൻ ഉണ്ടോ? നല്ല രീതിയിൽ. കറന്റ് മൂഡ് എന്താണ്? ടെൻഷനാണോ റിലാക്സ്ഡ് മൂഡാണോ? പാട്ട് പാടി കഴിഞ്ഞാൽ റിലാക്സേഷൻ ഉണ്ട്, പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോൾ വീണ്ടും ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു 9 ഗോൾഡൻ സ്റ്റാർസ് കിട്ടിയത് കണ്ടസ്റ്റന്റ് ആണല്ലേ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയ. ഇപ്പം ഒരെണ്ണം കൂടെ കിട്ടിയോ? ഇല്ലില്ല. ഇനി എന്തായാലും 10 ആവട്ടെ അടുത്ത പെർഫോമൻസിൽ. താങ്ക് യു. അപ്പോഴേ ഞാനിങ്ങനെ എപ്പോഴും ഈ ഷോ കാണുന്ന സമയത്ത് വിചാരിക്കും, ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്യത്തില്ലേ, അപ്പോൾ ദിൽരാജ് അധികം സെലക്ട് ചെയ്യുന്ന സോങ്സ് പ്രേക്ഷകരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ചില സോങ്സൊക്കെ സെലക്ട് ചെയ്യും. അത് തന്നെ ഗോൾഡൻ സ്റ്റാർ വരികയും ചെയ്യും. ഇപ്പം നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും ഇത് പാടിക്കൂടെ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഡെസ്റ്റ് ടൈം ആ സോങ് പാടുന്നുണ്ടാവും. ഇതാരാണ് ഈ സോങ് സെലക്ഷൻസൊക്കെ? നമുക്ക് ഇങ്ങനെ റൗണ്ട് അവർ പറയുമ്പം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കും, അതുപോലെ തന്നെ മെൻറ്റേഴ്സുമായിട്ട് നമ്മൾ ആലോചിക്കും. ആൻഡ് എല്ലാവരും ഓക്കെ പറയുന്ന ഒരു സോങ് നമ്മൾ കൺഫേം ചെയ്യുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യാറ്. ആക്ച്വലി ഇങ്ങനെ ഒരു 10 സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെക്കും, എന്നിട്ട് മെൻറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യണോ, എങ്ങനെയാണ്? നമ്മൾ പിന്നെ ചിലതൊക്കെ നമ്മൾ പാടി അയച്ചു കൊടുക്കും. അപ്പം അത് നമ്മുടെ വോയിസിന് ചേരുന്നതാണോ, നമ്മുടെ റേഞ്ചിന് പറ്റിയ സോങ് ആണോ,
അപ്പോൾ അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ പാട്ടുകളും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സോങ്ങൊക്കെ മാക്സിമം സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളപ്പോൾ അവിടെ നിന്ന് പാടുമ്പോൾ ഉള്ള ആ ഒരു ലക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നന്നായി പാടാൻ പറ്റിയെന്ന് വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മ്യൂസിക്കൽ ജേണി ദിൽരാജിൻ്റെ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിൽ ഈ ഫീൽഡിലോട്ട് വന്നതാണല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഞാൻ എൻ്റെ ചേച്ചിമാർ പാടിയിരുന്നു. അവർ പക്ഷേ പ്രൊഫഷണലി മ്യൂസിക് അങ്ങനെ പെർസ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ പണ്ട് മുതൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പാട്ട് ക്ലാസ്സിനൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ പാട്ട് ക്ലാസ്സിന് പോയിട്ടില്ലായിരുന്നെങ്കിലും അവർ പാടുന്നത് ഇങ്ങനെ കേട്ട് ഞാനും കൂടെ പാടി. അല്ല, അതിനുശേഷം ഞാൻ ഇങ്ങനെ കേട്ട് പാടി തുടങ്ങിയപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്കും തോന്നുന്ന എന്നെയും ചേർക്കാതെ അങ്ങനെ ഞാനും ചേർന്നതാണ്. കുറച്ച് നാൾ പാട്ട് ക്ലാസ്, പിന്നെ അങ്ങനെ പ്രോഗ്രാം ഈ കോമ്പറ്റീഷൻസിനും ചെറിയ രീതിയിൽ പ്രോഗ്രാംസിനൊക്കെ പോയി. പക്ഷേ ഇതൊരു സീരിയസ് ആയിട്ട് ഐ തിങ്ക് ഒരു നാട്ടിലൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ കയറുന്നത്. ഐ തിങ്ക് അത് ഏഷ്യൻ പ്ലസ് ലിറ്റിൽ മാസ്റ്റേഴ്സ് സീസൺ 2. അതിൽ കുറച്ച് നാളിങ്ങനെ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മഞ്ച് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റിൽ തന്നെ സീസൺ 2 പോയത്. അതിലും എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമൃത TV സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. എനിക്ക് സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. പിന്നെ ഇപ്പം സ്റ്റാർ സിംഗറിലാണ്. അത് പക്ഷെ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്, ഒരു 10 years ഗ്യാപ്പ്. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് അല്ലേ? ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു തുടക്കം. അതെ. അതിനുശേഷമാണ് അമൃത TV ബൈ ദ വേ സൗത്ത് ഇന്ത്യയിലൊരു മേജർ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാർ സിംഗറിലോട്ട് എത്തിയതിനെ കുറിച്ച് ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ടാണ് സ്റ്റാർ സിംഗറിലോട്ട് വന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിലെ കഥ എന്താ? ആക്ച്വലി ഞാൻ ഈ 10 years മുന്നേ ഈ അമൃത TV റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് റിയാലിറ്റി ഷോ ഇനി വേണ്ട, കാരണം എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഞാൻ മാക്സിമം എടുത്തു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വഴി വെട്ടിത്തെളിച്ച് എനിക്ക് മുന്നോട്ട് പോകണമെന്നായിരുന്നു. സോ ഞാൻ അങ്ങനെ എൻ്റെ രീതിയിലുള്ളതും എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള മ്യൂസിക്കും അങ്ങനൊരു മൈൻഡിലായിരുന്നു ഞാൻ അത്രയും നാളും നടവരുന്നത്. അപ്പം ഞാൻ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോസിൽ. കമ്പോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൂവീസിനും അതുപോലെ സോങ്സിനൊക്കെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കലുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഷോസിനും ചെറിയ വെഡിങ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ പാട്ട് പാടാലും അങ്ങനത്തെ ഫ്രീലാൻസിങ് എല്ലാം, ലൈക്ക് എവറിത്തിങ് മ്യൂസിക്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനും ഈ മൂവീസിന് അങ്ങനെ സൗണ്ട് എഫക്ട്സ് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം കംപ്ലീറ്റ് എവറിത്തിങ് ഓഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഒരു മലേഷ്യൻ ഒരു കോൺസേർട്ട് ടൂർ വന്നു. അപ്പം അതിനിങ്ങനെ പോണേനേക്കാളും മുന്നേ ഇങ്ങനെ ഒരു ഓഡീഷൻ്റെ ഇത് കണ്ടു. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അയച്ചു. ഫ്രണ്ട് എനിക്കിങ്ങനെ അയച്ചത് 2-3 ഫ്രണ്ട്സ് അയച്ചു, ഇന്ന് പോയി നോക്ക് ചുമ്മാ വെറുതെ. അപ്പം ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ സീസൺ 9 അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. കാരണം ഞാൻ എൻ്റെ TV അല്ലെങ്കിൽ ചാനൽസ് അങ്ങനെ കാണൽ കുറവാണ്. കൂടുതലും ഞാൻ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കാണ് നോക്കൽ. അപ്പോൾ സീസൺ 9 പക്ഷേ കുറച്ച് ഫൈനലിസ്റ്റിനൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട്, നമ്മൾ ഒബ്വിയസ്ലി എന്തായാലും കാണുമല്ലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു പരിചയമുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് കണ്ടു നോക്ക് പറഞ്ഞപ്പം. അപ്പോൾ എന്നിട്ട് ഞാൻ സീസൺ 9 ഒക്കെ എടുത്ത് നോക്കി. അത് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു, ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഞാൻ ആ ക്രൗഡ് ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഇറ്റ് വാസ് ഒരു മേജർ സക്സസ് ആയിരുന്നു. സീസൺ 10 ഇവരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ എന്നാൽ പോയി പാടാം. അങ്ങനെ ഫസ്റ്റ് ഡേ പാടി, അതിന് സെലക്ട് ആയി. സെക്കൻഡ് ഡേയും പാടി, അതിനും സെലക്ട് ആയി. തേർഡ് ഓഡീഷനും കയറി. അതിൻ്റെ റിസൾട്ട് പിന്നീടാണ് അറിയിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മലേഷ്യൻ ടൂറിലേക്ക് പോയി. പിന്നെ അവിടെ എത്തിയപ്പം ഇവരെന്നെ കോൺടാക്ട് ചെയ്തു, സെലക്ഷൻ ഉണ്ട് ഫൈനൽ മെഗാ ഓഡീഷനിലേക്ക്. അപ്പോൾ ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ മലേഷ്യയിൽ ഉള്ള ഡേറ്റാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിന് ശേഷമാണ് തിരിച്ചെത്തുന്നത്. അപ്പം ലിറ്ററലി ഞാൻ പറഞ്ഞു അത്
ഇത്ര നല്ലൊരു ചാൻസ് ആണ് അത് ഞാൻ കാരണം കളയേണ്ട വേറെ ആർക്കെങ്കിലും അതായത് കൊടുക്കുന്നത്. നിർബന്ധമൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. നിർബന്ധം ഇല്ലായിരുന്നു എന്നല്ല, ഐ മീൻ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയേനെ. പക്ഷെ ഞാൻ നാട്ടിലില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസത്തിനേക്ക് വേണ്ടി വന്ന് പോകാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ പറഞ്ഞ് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലൈറ്റ് എടുത്ത് പെണ്ണം ഫ്ലൈറ്റ് എടുത്ത് ഞാൻ ഷൂട്ട് ഡേക്ക് വന്ന് പാടിയിട്ട് പോവുക ചെയ്തേ. ഒരു പക്ഷേ ഈ സീസൺ 9 ആയിരുന്നു ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത സീസൺ ആയിരുന്നു അല്ലേ? ഐ ഗസ് അതുവരെയുള്ള ഒരു സ്റ്റാർ സിംഗർ ജേർണി എന്നൊരു ഡിഫറെൻ്റ് ആയിരുന്നു സീസൺ 9. അതിൽ ഓരോ കോണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അതുവരെയുള്ള റിയാലിറ്റി ഷോസിന്റെ ഒരു ഫോർമുലയെ അല്ല കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ജഡ്ജസിന്റെ ഒരു പതിവ് ഒരു ജഡ്ജിങ് പാറ്റേൺ ഒക്കെ മാറി. കോൺവെന്റ് സ്കൂൾ വന്നു, ഗുരുകുലം വന്നു, തമ്മിൽ അടിയായി, ഡിഫറെന്റ് സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്ത് അതും ഭയങ്കര അത് വർക്കായി. ശരിക്കും ഈ സിത്തുമണിയുടെയും വിധു ചേട്ടൻ്റെയും കോംബോ അത് ഭയങ്കരമായിട്ട് വർക്കായി അല്ലേ? ഒരു പക്ഷേ സ്റ്റാർ സിംഗറിന്റെ ഒരു വിജയം അവരുടെ ഒരു കോംബോ കൂടെയാണ്. അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും? അത് ഭയങ്കര കെമിസ്ട്രിയാണ് അവരുടെ ഇടയിൽ. അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോഴും കാണാം. അപ്പം പിന്നെ വിധു ചേട്ടൻ ഇസ് വെരി ക്വിക്ക് വിത്ത് ഹിസ് റെസ്പോൺസസ്. അപ്പം എന്തൊരു സംഭവം വന്നാലും പുള്ളി അങ്ങനെ എന്താ പറയുക, എല്ലാം ഒരു മടി കൂടാതെ ഒരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് കൗണ്ടർ അടിക്കും. ചിലപ്പോൾ പാളിപ്പോവും, ചിലത് പക്ഷെ ഭയങ്കര രസമായിട്ട് നമ്മളെല്ലാവരും ചിരിച്ചു പോകും. പിന്നെ ആൾക്ക് ആ ഒരു ചാമുണ്ട്, ആ ഒരു കരിസ്മയുണ്ട്. അതാണ് നമ്മൾ പുള്ളി എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ച് പോകും എന്നുള്ളൊരു സാധനമുണ്ട്. അതെല്ലാവരും ആ ഒരു ട്രോളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇവർ ഈ സ്ക്രിപ്റ്റഡ് ആണോ? അതായത് സിത്തുമണിയും വിധുചേട്ടനും ചിത്രചേച്ചി സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന പോലെ ഉണ്ട്. പക്ഷെ ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഒരു സിറ്റുവേഷനിൽ വരുന്നത്. അതെ അതെ, അവിടെ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ വരുമ്പോൾ അങ്ങനെ എത്തിപ്പെടുന്ന ഇതാണ്, സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ. ഈ രണ്ടുപേരുടെ ഈ തമാശ ഈ ജഡ്ജിങ്ങിൻ്റെ ഇടയിൽ ചിത്രചേച്ചി പെട്ടുപോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ അല്ലേ? ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഗുരുകുലത്തിന് രണ്ട് സൈഡിൽ എവിടെയാ നിൽക്കണ്ടേ എന്നറിയാതെ. ചേച്ചിയില്ല, ചേച്ചി എപ്പോഴും ചിത്രചേച്ചി എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇവർ തമ്മിൽ സത്യത്തിൽ അവിടെ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി? ചിത്രചേച്ചി ആരുടെ ഭാഗത്താണ് നിൽക്കുക? അവര് തമ്മിൽ അങ്ങനെ അല്ല, ഒരു തമാശക്ക് വഴക്കുണ്ടായി. ചിത്രചേച്ചിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റാൻസ് എടുക്കും, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും. പിന്നെ റൈറ്റ്ഫുള്ളി ആർക്കെങ്കിലും എന്താ പറയുക, ന്യായം ആരുടെ ഭാഗത്താണോ അത് നിൽക്കും ചേച്ചി. അതെ. ഇപ്പം വർഷയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ സീസൺ 9 നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു കോണ്ടസ്റ്റന്റ് പോയി കഴിഞ്ഞാൽ അടുത്ത കോണ്ടസ്റ്റൻസ് അതേപോലെ ആയിരിക്കുമോ? കാരണം അവിടെ ഒരുപാട് കേസ് ഉണ്ടായിരുന്നു, വാഴക്കൊല കേസും കാര്യങ്ങളൊക്കെ അല്ലേ? ഭയങ്കര ഹിറ്റായിരുന്നു ശ്രീരാജിൻ്റെയും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ നിങ്ങളുടെ സീസൺ 10 കോണ്ടസ്റ്റന്റ് വരുമ്പം? അതുപോലെ അക്സെപ്റ്റൻസ് ഉണ്ടാകുമോ? സോങ് ഒബ്വിയസ്ലി സോങ്ങിന്റെ ഫേവറേറ്റ്സ് ഉണ്ടാവും, അതുകൂടാതെ നമുക്ക് എന്താ പറയുക, അഡീഷണലി ഭയങ്കര പ്രഷറാണ്. കാരണം സീസൺ 9 ഉണ്ടാക്കിയൊരു ഓളവും തരംഗവും. അപ്പം ആ ഒരു ലെവലിലേക്ക് എപ്പോഴും ആൾക്കാർക്ക് ഒരു കമ്പാരിസൺ എപ്പോഴും വരും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ്സ് ആണെങ്കിലും പോലും, ഇപ്പോൾ ഞാൻ മാക്സിമം അവർ പാടാത്ത സോങ്സ് ഞാൻ സെലക്ട് ചെയ്യാം. കാരണം അത് എല്ലാവരുടെയും മനസ്സുകളിൽ വൈൻസിലേക്ക് എച്ചഡായി കഴിഞ്ഞു അവരുടെ പെർഫോമൻസസ്. അപ്പം നമ്മൾ ചിലപ്പം നന്നായി പാടിയാൽ പോലും അത് എല്ലാവർക്കും മാനസികമായിട്ട് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല. ചിലപ്പോൾ കമ്പാരിസൺ വിഷമിപ്പിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ബട്ട് എന്താ പറയുക, നമുക്കൊരു സ്വയം തോന്നുന്നൊരു ഇതുണ്ടല്ലോ, ഒരു ഞാൻ നന്നായി പാടി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ജഡ്ജസും അവരും പറയും, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ജഡ്ജ്മെൻറ്റും അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസും ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാല്യൂ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് സോങ്സ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് എല്ലാം സീസൺ 9 നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ദിൽരാജ് സെലക്ട് ചെയ്യുന്ന സോങ്സ് അധികം മലയാളത്തിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് എനിക്ക് തോന്നുന്നു ഗസൽ സോങ്സിനോട്, ഒരു വെസ്റ്റേൺ ഒരു ഹിന്ദുസ്ഥാനി, ഹിന്ദി അങ്ങനെ. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളം സോങ്സ് പാടാൻ നിർബന്ധിതരാകുമല്ലോ, അപ്പോഴെങ്ങനെ അതിനൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു? ഞാൻ മലയാളം സോങ്സ് പാടായികയല്ല,
പക്ഷേ ഞാൻ മലയാളം സോങ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു സിത്താരേച്ചിയും അതൊക്കെ പലപ്പോഴും ഷോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടുമ്പോൾ ഞാനൊരു ഹിന്ദിക്കാരൻ മലയാളം പാടുற പോലത്തെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എൻ്റെ ഡിക്ഷൻ എടുക്കുക ഞാൻ മാക്സിമം മാറ്റാൻ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മളുടെ ഓരോ കുറവുകൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ മലയാളം പാടുമ്പോൾ മാക്സിമം അവർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യണേ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കാറുണ്ട്. ഇവരുടെ ഈ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, കോമൻസ് ഒക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഹേർട്ട്ഫുൾ ആയിട്ടൊക്കെ തോന്നുമോ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഗുരുക്കന്മാരാണ് മുന്നിലിരിക്കുന്നത് എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ പാടിക്കഴിയുമ്പോൾ നമ്മൾക്ക് സ്വയമായിട്ടൊരു ഒരു ബോധം ഉണ്ടാവും നമ്മൾ പാടിയതിൽ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് പാടി വരുമ്പോഴൊക്കെ തന്നെ മനസ്സിലാണുണ്ടാവും. എന്നാൽ പോലും അവരുടെ ഒരു കോമൻസ് കേട്ടിട്ട് എപ്പോഴെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടോ? കോമൻസ് കേട്ടിട്ടായിരിക്കില്ല ഡിസപ്പോയിൻറ്റ്. നമുക്ക് ഡിസപ്പോയിൻറ്റ് നമ്മൾ നന്നായി പാടിയില്ലല്ലോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ അവരിതെല്ലാം പറയുന്നത് നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ ചിത്രേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ ഓൺ ദ ഷോ, നമ്മളിനെ സ്തുതി പാടുന്നവർ കേട്ടിട്ട് കാര്യമില്ല, നമ്മളുടെ കുറവുകൾ എന്താണോ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് നമ്മൾ വളരണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയുള്ളൂ. അപ്പം നമ്മുടെ പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റണം. ഈ ബാക്ക് സ്റ്റേജിൽ, അതായത് നമ്മൾക്കൊരു പെർഫോമൻസ് നടക്കുകയാണ്, അതിന് മുന്നേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഗ്രൂമിങ് സെഷൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജഡ്ജസ് നിങ്ങളുടെ കൂടെ ഇരിക്കുമോ അതോ നിങ്ങൾ ഒറ്റയ്ക്കാണോ പ്രാക്ടീസ് ചെയ്യുക? ഇതിന് മുന്നേ അവർ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പാടുന്നത് ഒരിക്കലെങ്കിലും? ജഡ്ജസ് കേൾക്കില്ല. ജഡ്ജസ് നമ്മുടെ അപ്പോഴത്തെ ഒരു ഏതൊക്കെ സോങ്സ് ആണ് പാടുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു നോളജ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മെന്റേഴ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. മെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ്സിൽ ഗുരുകുലത്തിലും കോൺവെന്റിലും 5 മെന്റേഴ്സ് ഉണ്ട്. ഓരോ പ്രിൻസിപ്പൾ ഉണ്ട് അതിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ 5 പേര്. അപ്പോൾ ഓരോ കണ്ടസ്റ്റന്റിനും ഓരോ മെന്ററാണ്. അപ്പോൾ ഈ മെന്ററാണ് നമ്മുടെ പാട്ടും കാര്യങ്ങളും. അതുപോലെ തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഒരു സോങ്, എല്ലാവരുടെയും പെർഫോമൻസിൽ. ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ സ്റ്റേജിലേക്ക് പാടാവുന്ന രീതിയിൽ ഒരു വിധത്തിലേക്ക് ആക്കിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് സെലക്ട് ചെയ്ത സോങ് പാടാൻ പറ്റാതെ വരില്ലേ? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇത് സ്റ്റേജിൽ പാടണം എന്ന് ആഗ്രഹിക്കും, പക്ഷേ സിറ്റുവേഷൻ കൊണ്ടോ ഇപ്പം മെൻറ്റേഴ്സ് പറയാണ് അതിന് സോറി ഇപ്പം ഇത് പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? കുറച്ചൊക്കെ. നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമായിട്ടുള്ളൊരു സോങ് നമുക്ക് പാടണം എന്നുണ്ടാവും, പക്ഷേ മേ ബി അതിന് റൈറ്റ്സ് ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിന് ചിലപ്പം പോപ്പുലാരിറ്റി ഉണ്ടാവില്ലായിരിക്കാം സോങ്ങിന്, അല്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ടിന് ആപ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളൊരു സോങ് സെലക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. നമ്മൾക്ക് ഈ ചില സോങ്സ് ഉണ്ടല്ലോ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണു നിറയും. ചിത്ര ചേച്ചിയൊക്കെ ഇരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ചിത്ര ചേച്ചി കരയുന്നതിന് മുന്നേ നമ്മൾ പ്രേക്ഷകരൊക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ചില സോങ്സ് ഒക്കെ കേട്ടാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ പല സോങ്സും ഒരു ഭയങ്കരമായിട്ടൊരു നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സോങ് നമ്മൾക്ക് വേണ്ടി നോക്കാം. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വിൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾക്ക് ഒരു സോങ് കൂടെ എപ്പോഴും ഓർമ്മ വരും. ലാലേട്ടൻ്റെ ഇതേപോലെ ബാലേട്ടനിലൊരു സോങ് ഉണ്ട്. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല ദൂരെ നിന്നും
പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിന്നൂലിഴയാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെറിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നതമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കോതിയില്ലേ, കാറ്റിൻ മൺവിളക്കോതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. എനിക്ക് സോങ് കേട്ടോ, അയ്യോ ലിറ്ററലി കരഞ്ഞല്ലോ. ഞാൻ ഓർത്തല്ലേ, എനിക്ക് സോങ് ഭയങ്കര ഇമോഷണൽ. ഇതുപോലെ ദിൽരാജിന് എപ്പോഴെങ്കിലും ലിറ്ററലി ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷമം വന്നിട്ടുണ്ടോ, ഏതെങ്കിലും സോങ്സ് പാടുന്നതിൻ്റെ ഇടയിൽ? തീർച്ചയായിട്ടും. നമുക്ക് ചില മ്യൂസിക് നമ്മളുടെ സോളിനെ മൂവ് ചെയ്യും, ചില ലിറിക്സ് നമ്മളുടെ ഹാർട്ടിനെ ടച്ച് ചെയ്യും ഒരുപാട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ വോയിസ് ഒക്കെ ഇടറും. എനിക്ക് ഒരു 2-3 years ago അങ്ങനെ ഒരു ബ്രേക്കപ്പിലൂടെ പോയിരുന്നൊരു ടൈമിൽ ഐ ഹാഡ് ടു വർക്ക്. ഞാൻ അതൊരു മാക്സിമം എൻ്റെ മൈൻഡ് എന്താ പറയുക ഓക്യുപ്പൈഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്ത വർക്ക് എല്ലാം എടുക്കും, ഷോസ് എല്ലാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഞാൻ എൻജിനീയറായിട്ട് ഇരിക്കുമ്പം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സോങ്സൊക്കെ വരും. അതുപോലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുകൾ ഓരോരുത്തർ കവിത എഴുതിയിരിക്കുമ്പം അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തപ്പം ഞാൻ അത് ആ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ ആ കവിത എടുത്തിട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നീ എനിക്കാരായിരുന്നു സഖി, സ്വപ്നം കണ്ടു തുടങ്ങും. ഞാൻ ഷുവർ. ഇത് ആ പ്രണയം നഷ്ടപ്പെട്ടപ്പം ട്യൂൺ ചെയ്തതാണോ? അതെ, ഇത് ആക്ച്വലി ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ ഒരു മെൻറ്ററാണ് സജി ആർന്നായിരുന്നു. സജി ചേട്ടൻ്റെ വരികളാണ്. ഇത് എവിടെയും റിലീസ് ചെയ്തിട്ടില്ല, സോ ഒരു എക്സ്ക്ലൂസീവ് സ്നേക്ക് പീക്കാണ്. നീ എനിക്കാരായിരുന്നു, ആ നീ എനിക്കാരായിരുന്നു സഖി, നീ എനിക്കാരായിരുന്നു. സ്വപ്നം കണ്ടു തുടങ്ങിയ കാലത്തെ നീ കൂടെ ഉണ്ടായിരുന്നു സഖി, നീ എനിക്കാരായിരുന്നു സഖി, നീ എനിക്കാരായിരുന്നു. ഗിറ്റാർ വയ്ക്കരുത്. ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് തോന്നി പ്രണയം അത്രമേൽ സ്വാധീനിച്ച ഒരു പ്രണയമായിരുന്നിരിക്കാം ഒരു പക്ഷെ അല്ലേ? അത് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗർ വേദിയിൽ ഒരിക്കലും പ്രണയത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അത് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ എവിടെയും തൊടാതെയൊക്കെ പറയുന്നു. അത്രയും വിഷമിച്ചോ അത് പോയപ്പോൾ? അപ്പം ഞാൻ പേഴ്സണലി ഒരു ഭയങ്കര ഒരു ലോ ഒരു ഹെഡ് സ്പേസിലായിരുന്നു. അപ്പം എന്താ പറയുക, വേസ്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറയുന്നില്ലേ. പിന്നെ വേറെ എപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഐ മൈറ്റ് ഹവ് ബിൻ എന്താ പറയുക, ഐ മൈറ്റ് ഹവ് ബിൻ ഈസി, ഇറ്റ് മൈറ്റ് ഹവ് ബിൻ ഈസിയർ ഫോർ മീ ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനൊരു ഇത് ലോ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ വന്നൊരു പ്രണയമായിരുന്നു അല്ല, ലോ ആയിരിക്കുന്നൊരു ടൈമിൽ പോയ അപ്പോഴാണ് വിട്ടുപോയത്. അതെ. ഇതിപ്പോ കുറെ കാലമായോ ഇപ്പം ആ പ്രണയമൊക്കെ പോയി? ഐ തിങ്ക് ഒരു 2-3 years ഒക്കെ. അന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ പാടിക്കൊടുത്തിട്ടുള്ള പാട്ട് ഏതായിരിക്കും? അങ്ങനെയൊന്നുമില്ല, എല്ലാതും. പിന്നീട് ആ പാട്ട് കേൾക്കുമ്പം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ പെർഫോമൻസിന്റെ ഇടയിൽ ആ പാട്ട് പാടേണ്ടി വരുമ്പം ആ മെമ്മറീസിലോട്ട് പോകാറുണ്ടോ?
ഒരുപാടില്ല എന്നാലും ഇപ്പൊ അത്യാവശ്യം ഡിസ്റ്റന്റ് ആയി ആ ഒരു ടീച്ചർ. ഓക്കെ, എന്നാലും ഏതെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുമ്പം ഇല്ല നമ്മുടെ പെർഫോമൻസിനൊന്നും ബാധിക്കത്തില്ല ഈ ഒരു ഇത്. നമ്മൾ പെർഫോമൻസിനെ പാടാൻ വരുമ്പോൾ നമുക്കത് ഒന്നും കൂടി നമുക്ക് ആ പാട്ടിനെ ഉൾക്കൊണ്ട് പാടാം. ആ ഒരു ഇമോഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രണയഗാനമാണെങ്കിലും നമുക്ക് ആ പ്രണയം മനസ്സിൽ ഉൾക്കൊണ്ട് പാടാം. ഒരു ബ്രേക്കപ്പ് സോങ് ആണെങ്കിലും ആ വിരഹം ഉൾക്കൊണ്ട് പാടാം. അത് എപ്പോഴും സോങ്ങിനെ എന്താ പറയുക എൻഹാൻസ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ബിയോണ്ട് ടെക്നിക്കാലിറ്റി, ഇപ്പോൾ ശ്രുതി പിച്ച് സംഗതി, അതിൻ്റെ അപ്പുറത്തേക്ക് പാട്ടിൻ്റെ ഒരു ഇമോഷൻ ഉണ്ടാവില്ല. അതെ, ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കായിരിക്കും അല്ലേ? ഹോപ്പ്ഫുള്ളി ദൈവം സഹായിച്ച ആരെങ്കിലൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് കണ്ട് എന്നെ വിളിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ കമ്പോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു പ്ലേ ബാക്ക് സിംഗർ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ തീർച്ചയായും കാണാൻ പറ്റുമല്ലേ ആസ് എ സിംഗർ? ഹോപ്പ്ഫുള്ളി എനിക്ക് കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. അൾട്ടിമേറ്റ്ലി ഗോൾ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ അൾട്ടിമേറ്റ്ലി ഇന്ന ഒരു സിംഗർ ആവണമെന്ന് എനിക്ക് അങ്ങനെ ഇല്ല. കാരണം മ്യൂസിക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മ്യൂസിക്കിൻ്റെ എല്ലാ രീതിയിലും ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു കമ്പോസർ ആവണം, ചിലപ്പോൾ നല്ലൊരു സിംഗർ ആവണം, നല്ലൊരു മ്യൂസീഷ്യൻ ആവാം, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും മ്യൂസീഷ്യനായിട്ടും സിംഗറായിട്ടും ദിൽരാജിനെ കാണാൻ പറ്റട്ടെ. നമുക്ക് തീർച്ചയായും ആഗ്രഹമുണ്ട് ദിൽരാജിൻ്റെ കൂടുതൽ പാട്ടുകൾ സ്റ്റാർ സിംഗർ കഴിഞ്ഞാലും നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.